സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ലാത്തത് നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന കുറേ വാദങ്ങളുണ്ട്. നിങ്ങൾ ഈ പല ആഘോഷങ്ങളും അതുപോലെ തന്നെ പല ദിക്റും പല സ്വലാത്തും അതുപോലെ തന്നെ പല ഡേകളും നിങ്ങളിങ്ങനെ ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. അതിനൊന്നും ഇസ്ലാമികമായി ഒരു മതപരമായിട്ട് അതിനൊന്നും പ്രമാണങ്ങളില്ല എന്ന് സ്നേഹബുദ്ധിയാ നമ്മൾ പറയുമ്പോൾ പല ആളുകളും നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണെന്ത്? ഇസ്ലാമിൽ നല്ലൊരു കാര്യം ഉണ്ടാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ അത് ചെയ്തവർക്കും അത് കേട്ട് അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം കൂടി അവർക്കുണ്ട് എന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു മുസ്ലിയാർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൗലൂദിനെ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ വിഷയത്തിൽ, മാ ലൈസ മിൻഹു, ദീനുമായി, ദീനിന്റെ ഉസൂലുകളുമായി, ദീനിന്റെ അഖീദയുമായി, ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് സയ്യിഅത്തായ ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞ ഇതിനർത്ഥം എന്താ? മാ ലൈസ മിൻഹു അല്ലാത്ത മുഹ്ദസത്തുകൾ ഈ ദീനിൽ ഉണ്ടാകുമെന്നല്ലേ ഇതിനർത്ഥം. എന്താ അദ്ദേഹം പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കേണ്ടതല്ല ഒരു സൽക്കർമ്മവും. എന്തുകൊണ്ട്? ന്യായം പറയണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആരെങ്കിലും ഒരു നല്ല കാര്യം പ്രവർത്തിച്ചാൽ, ആരെങ്കിലും ഒരു നല്ല ആചാരം ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും പിൻപറ്റുന്നവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഒരു മുസ്ലിയാരുടെ പ്രസംഗാപ്പങ്ങൾ കേട്ടത്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പോലും. എന്ത്? ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ആചാരം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്ക് അതിൻ്റെ കൂലിണ്ട്, അതനുസരിച്ച് പിൽക്കാലത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ കൂലിണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ പലതും പുതിയതായിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് മൗലൈമാരേ എന്നാണ് ചോദ്യത്തിൻ്റെ മറുവശം. അതാണ് ഞാൻ പറയുന്നത്. കടുത്ത ദുർവ്യാഖ്യാനാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്തേ പറഞ്ഞു? ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? മൻ സന്ന ഫിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ചര്യ നടപ്പിലാക്കിയാൽ, സുന്നതൻ ഹസനതൻ, ഒരു നല്ല സമ്പ്രദായം നടപ്പിലാക്കിയാൽ, ഒരു നല്ല ചര്യ നടപ്പിലാക്കിയാൽ, അത് പ്രവർത്തിച്ച അവന് അതിന്റെ കൂലിയുണ്ട്. അവന് അതിന്റെ പ്രവർത്തനത്തിന്റെ കൂലി മാത്രമല്ല, അവന്റെ ആ നേതൃത്വം കാരണത്താൽ അതനുസരിച്ച് ചെയ്തവരുടെ ഒക്കെ കൂലിയും അവനുണ്ട്. അപ്പം നല്ല കച്ചവടമാണല്ലോ ഇപ്പത്. ഇതിപ്പോൾ ശരിക്ക് ഇസ്ലാമിൽ പുതിയതൊരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു അതിൻ്റെ അർത്ഥമെങ്കിൽ ഇസ്ലാം ദീനിൽ ഇനി അതിൻ്റെ പട്ടിക എന്നാ അവസാനിക്കുക? ഡെയിലി ഉണ്ടാക്കിക്കൂടെ? എനിക്കിന്ന് തോന്നുകയാണ്, ഇന്ന് ളുഹറിൻ്റെ ശേഷം 3 മണിയായാൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു 10 സലാത്ത് ചെല്ലൽ പ്രത്യേകം പുണ്യമാകുന്നു. ഞാൻ അവിടെ എഴുതി വെച്ചു. എനിക്ക് നല്ലതാന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ്, വേറൊരാൾക്ക് തോന്നുകയാണ്, അസർ കഴിഞ്ഞിട്ട് ഒരു 5:15 മണിയായാൽ ഒരു 3 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാകുന്നു. അയാൾ എഴുതി വെച്ചു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നടപ്പിലാക്കി. അയാൾ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ പിന്നീട് അത് ചെയ്തു. നല്ലൊരു കാര്യമല്ലേ? അങ്ങനെ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അയാൾക്ക് അത് പ്രവർത്തിച്ചതിൻ്റെ കൂലിയുണ്ട്, അത് കണ്ട് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിൻ്റെ കൂലി അവർക്കും കിട്ടും എന്ന് വന്നാൽ ഇസ്ലാമിൻ്റെ പട്ടിക ഖിയാമത്ത് നാൾ വരെ പൂർത്തിയാവില്ല. ഇവിടെ ഓരോരുത്തർ എഴുതിണ്ടാക്കും. അപ്പൊ ഈ മുസ്ലിയാർ ഇവിടെ വാദിച്ചത് കനത്ത ദുർവ്യാഖ്യാനാണ്. മറിച്ച് അതിൻ്റെ അർത്ഥം പിന്നെന്താ? ഇസ്ലാമിൽ അടിസ്ഥാനമുള്ള ഒരു കാര്യം ആളുകളൊക്കെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തൊരു സമയത്തും നേരത്തും ആരെങ്കിലും അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചാൽ അയാൾക്ക് അതിൻ്റെ കൂലിയുണ്ട്, അയാളെ കണ്ട് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ കൂലി ഉണ്ട്. അതാ അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അഡ്രസ് ഉള്ളൊരു കാര്യം ചെയ്താലാണ് പറയുന്നത്, ഇല്ലാത്തത് കൊണ്ടുവരുന്നതിനെ പറ്റിയല്ല. ആ ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹദീസിന് തലയുണ്ട് വാലുണ്ട്, രണ്ടും പലപ്പോഴും ഇവർ പറയാറില്ല.
ഹദീസിന്റെ തല എന്താ? ആ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ പട്ടിണി പാവങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നു. അവരുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ കഷ്ണം വെച്ച ഡ്രസ്സാണ്, ആകെ കീറിപ്പറിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വെച്ച് കെട്ടി ഏച്ച് കൂട്ടിയിട്ട് അതിന് ആ ഡ്രസ്സിന് കയ്യും കാലും ഒന്നുമില്ല, എവിടെയൊക്കെയോ വെച്ച് തുണി കൊണ്ടൊക്കെ കെട്ടി വെച്ചിട്ടാണ്. അത്ര പാവങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, കണ്ണുനീർ വരും നമുക്ക്. അത്ര വലിയ പാവങ്ങളാണ് കയറി വരുന്നത്. ആ കോലം കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖം വല്ലാണ്ടായി. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അയക്കപ്പെട്ട മുത്ത മുസ്തഫാക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് വിഷമമായി. നബി ഒന്നും മിണ്ടിയില്ല, വീട്ടിലേക്ക് പോയി. ളുഹർ ബാങ്ക് വിളിച്ചു, വീട്ടിൽ നിന്ന് വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇഖാമത്തും വിളിക്കാൻ പറഞ്ഞു. ളുഹർ ജമാഅത്ത് കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ നേരെ മിമ്പറിലാണ് കയറി. മിമ്പറിലാണ് കയറിയിട്ട് പ്രസംഗമാണ് തുടങ്ങിയിട്ട് പറഞ്ഞു, ജനങ്ങളെ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ കുറേ പാവങ്ങൾ വന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് അവരെ സഹായിക്കാൻ? അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു. ആരും ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും പേടി, ഇപ്പോൾ എന്ത് കൊടുത്താലും അപ്പോൾ സ്വീകാര്യമാവുക, എന്താ ഇപ്പോൾ കൊടുക്കുക? അതിൽ മുതലാളിമാരുണ്ട്, പാവങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഒരു സഹാബി വേഗം വീട്ടിൽ പോയിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങാത്തത്ര വലിപ്പത്തിലുള്ള ഒരു കിഴിയും കൊണ്ടുകൊണ്ട് വന്നു. സ്വർണ്ണവും വെള്ളിയൊക്കെ കയ്യിലുണ്ട്. അതങ്ങോട്ട് ഏറ്റിക്കൊടുന്ന് താങ്ങിപ്പിടിച്ച റസൂലുള്ളാഹിയുടെ മുമ്പിലാണ് വെച്ചു. അതങ്ങോട്ട് ചെരിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ മുഖത്തിനാണോ ആ സ്വർണ്ണത്തിനാണോ കളറ് കൂടുതൽ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. കാരണം സന്തോഷം കൊണ്ടേ ആ സ്വർണ്ണവും വെള്ളിനേക്കാണൊക്കെ അപ്പുറം മുത്ത മുസ്തഫായുടെ മുഖം ലംഘാൻ തുടങ്ങി. സന്തോഷം, കാരണം പാവങ്ങളെ സഹായിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സഹാബത്ത് ചെയ്തല്ലോ. അത് കണ്ടിട്ട് ഒരുപാട് ഈ ഒന്നാമത് തുടക്കം കുറിച്ച സഹാബിയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അവിടെയുള്ള സഹാബികളൊക്കെ ഓരോ വീട്ടിലേക്ക് ഓടി പാഞ്ഞുപോയി. കിട്ടുന്നവരൊക്കെ കൊടുന്നു. ഇതിനാറ് ദിർഹം കൊണ്ടുവന്നുള്ളതുള്ളത്, പിന്നെ ഭക്ഷണവും ധാന്യവും ഈത്തപ്പഴവും കാരക്ക് എന്തൊക്കെയുള്ളതും ഒക്കെ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയിലും കിട്ട് കൂമൈനി എന്നാ പറ, 2 കൂമ്പാരം അത് കുമിഞ്ഞുകൂടി. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ആ സമയത്ത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റു മൻ അമില ബിഹാ വഅമില ബിമാ ബഅദഹു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ശേഷവും പറഞ്ഞു, ആരെങ്കിലും ഒരു ചീത്തയായ നടപടിക്രമം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നവൻ അതിൻ്റെ ശിക്ഷയുണ്ട്. അവനെ പിൻപറ്റി ആരൊക്കെ ആ ചീത്തയെ പിൽക്കാലത്ത് ചെയ്യുന്നുവോ അതിൻ്റെ ശിക്ഷ അവനുണ്ട്. അതതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം നടുക്കുള്ളതാണ് നമ്മൾ കേൾക്കുക. തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും. കാരണം അവിടെ വിഷയം എന്താണ്? ഇസ്ലാം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സ്വതക്ക. ആ സ്വതക്ക ചെയ്യാനുള്ള ആഹ്വാനം കേട്ടപ്പോൾ എല്ലാവരും മടിച്ചെന്നപ്പോൾ ഒരാൾ തുടക്കം കുറിച്ചത് കണ്ടിട്ട് എല്ലാവരും അതിലേക്ക് അങ്ങനെ സംഭാവന കൊടുക്കാൻ തുടങ്ങിയപ്പോൾ റസൂല് പറഞ്ഞതാണെന്ത്? ആരെങ്കിലും ഒരു നല്ല കാര്യം നടപ്പിലാക്കിയാൽ അത് ചെയ്ത ആൾക്കും അത് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തവരുടെ കൂലിയും ഈ വ്യക്തിക്ക്, തുടക്കം കുറിച്ച വ്യക്തിക്കുണ്ടാകും. ഇവിടെ എവിടെ പുതിയ സ്വലാത്ത് ഉണ്ടാക്കിയത്? ഇവിടെ എവിടെ പുതിയ ആഘോഷം ഉണ്ടാക്കിയത്? ഇവിടെ എവിടെ പുതിയ നിസ്കാരം ഉണ്ടാക്കിയത്? എവിടെ പുതിയ നോമ്പുണ്ടാക്കൽ? എവിടെ പുതിയ ഒരു ആചാരം ഉണ്ടാക്കൽ? ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യത്തെ ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് അതിനെ ഒരാൾ ഹയാത്താക്കുന്നു. അതാണ് ആ പറയുന്നതിന്റെ താല്പര്യം. അതല്ലാതെ പുതിയ ഒരു സമ്പ്രദായത്തെ, ഒരു ആചാരത്തെ ഇസ്ലാമിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവന് വലിയ കൂലിണ്ട് എന്നല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇനി അങ്ങനെയാണെന്ന് വെക്കുക, എന്നാ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇതിൽ പെടാത്തൊരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ തള്ളണം എന്ന് പറയുന്നത്? നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആർക്കും കൊണ്ടുവന്നൂടെ? നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആർക്കും പുതിയത് ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് നാളെ പുതിയതൊന്നും ഉണ്ടാക്കിക്കൂടെ? എനിക്ക് നാളെ പുതിയതൊന്നും ഉണ്ടാക്കിക്കൂടെ? ഇതിന് എവിടെയാ അറ്റം? എവിടെയാ ഈ പട്ടിക അവസാനിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വാദങ്ങൾ, അവരുടെ ബിദ്അത്തുകളെ വെള്ളപൂശാൻ വേണ്ടി കൊണ്ടുവരുന്നവർ ദുർവ്യാഖ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രാഥമികമായി ആലോചിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. തീർന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ സാധാരണ പറയുന്ന മറ്റൊരു കാര്യം എന്താ അറിയാം? ഒരു കാര്യം എപ്പോഴാ ബിദ്അത്താവുക? ഇസ്ലാമിക വിശ്വാസാചാരങ്ങളുടെ അടിസ്ഥാനം ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയാകുന്നു. ഇവയിൽ ഒന്നിനോട് എതിരായതിന് മതത്തിൽ അംഗീകാരമില്ല. അങ്ങനെയുള്ള വല്ലതും ആരെങ്കിലും നിർമ്മിച്ചുണ്ടാക്കി മതത്തിന്റെ ആവരണമണിയിച്ച് അവതരിപ്പിക്കുന്ന പക്ഷം അത് തള്ളപ്പെടേണ്ടതാണ്. കാരണം അത് വ്യക്തമായ ദുർമാർഗമായിരിക്കും. എന്താ അവരുടെ വാദത്തിന്റെ ചുരുക്കം അറിയോ? ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് ഇതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ചതുർ പ്രമാണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിലുള്ളതേ ദീനാവുള്ളൂ. ഇതിലില്ലാത്തതൊക്കെ ദീനിന്റെ പുറത്താണ്. അപ്പൊ ഇതിലുള്ളത് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിലില്ലാത്തത്, അഥവാ ഖുർആനിൽ പറയണം നിങ്ങളത് ചെയ്യരുതേ, ഹദീസിൽ പറയണം നിങ്ങളത് ചെയ്യരുതേ, അത് ചെയ്യരുതേ എന്നിങ്ങനെ ഖുർആനോ ഹദീസോ ഒക്കെ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം, പുതിയതായിട്ടുണ്ടാക്കാം എന്നാണ് ഇവർ പറയുന്നതിൻ്റെ ചുരുക്കം. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഇതും അബദ്ധമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ഇതും അബദ്ധമാണ്. എന്തുകൊണ്ട്? ഈ വാദം ഉന്നയിക്കുന്ന സർവ്വ മുസ്ലിയാക്കന്മാരോടും അഥവാ ആ വാദം പ്രചരിപ്പിക്കുന്ന ആളുകളോട് മുഴുവനും നമുക്ക് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് മാത്രമാണ് ബിദ്അത്തെങ്കിൽ എന്തിനാണ് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അവരുടെ കിതാബുകളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചീത്തയായ ബിദ്അത്താണ്, അത് ചെയ്യുന്നവനെ അത് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണം, തടയണം എന്നൊക്കെ പറഞ്ഞത്? അതിന് അവർ മറുപടി പറയണം.
ഏതൊക്കെ കാര്യങ്ങളാ? ഒന്ന്, റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നിർവഹിക്കുന്ന ഒരു സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമുണ്ട്. അതുപോലെ തന്നെ ബറാഅത്ത് രാവ് എന്ന പേരിലുള്ള ശഅബാൻ 15 രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന ഒരു 100 റക്അത്ത് നിസ്കാരമുണ്ട്. ഈ 2 നിസ്കാരങ്ങളെ കുറിച്ചും പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഈ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വാദിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അവരുടെ കിതാബുകളിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ആ 2 നിസ്കാരവും ആരെങ്കിലും ഒറ്റക്കായിട്ടോ കൂട്ടമായിട്ടോ ചെയ്യുകയാണെങ്കിലും ശക്തമായി അതിനെ തടയണം, നിസ്കരിക്കാൻ സമ്മതിക്കരുത്. ഭരണാധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അതിനെ തടയണം. എന്ത്? കള്ളുടിക്കുന്നത് തടയണം എന്നല്ല, വ്യഭിചരിക്കാൻ പോണത് തടയണം എന്നല്ല. 100 റക്അത്ത് നിസ്കരിച്ചാൽ 200 സുജൂദാ. സ്വലാത്തുർ റഗായിബ് പ്രത്യേക നിസ്കാരമാണ്. എന്താ അത് തടയണം എന്നാ പറയുന്നത്? വെറുക്കപ്പെട്ട വിദഅത്താണ്, അനാചാരമാണ്, നരകത്തിലേക്കുള്ള നിസ്കാരമാണെന്നാ പറയുന്നത്. ആഹാ, അങ്ങനെ ഉണ്ടോ? ചോദിച്ചൂടെ? ഈ മൂലയന്മാർ ചോദിക്കുന്നത് പോലെയാണെങ്കിൽ എന്തിനാ മൂലയന്മാരെ നിങ്ങൾ എതിർക്കുന്നത്? നിസ്കാരമല്ലേ? ഒരു നിസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടാവില്ലേ? റുക്കൂ എത്രയാ, സുജൂദ് എത്രയാ? നല്ല കാര്യങ്ങൾ മുടക്കുന്ന നന്മ മുടക്കികളാവല്ല മൗലവിമാരെ നിങ്ങൾ എന്നല്ലേ അന്ന് ഇവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ ഇമാമിങ്ങളോട് അവർ പറയുക അങ്ങനെയല്ലേ? എന്നാ അവരതൊക്കെയാ പറയുന്നത്. ആ നിസ്കാരം പാടില്ല. 2 ഞാൻ പറഞ്ഞു തീർന്നില്ല. സൂറത്തുൽ അൻആം എന്ന് പറഞ്ഞിട്ട് അൻആം സൂറത്തുണ്ടല്ലോ ഖുർആനിൽ. അത് ചില ഇടങ്ങളിൽ പണ്ട് കാലത്ത് തറാവീഹിന്റെ അവസാനത്തെ റക്അത്തിൽ സൂറത്തുൽ അൻആം ഓതുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. അതിനെപ്പറ്റി പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ വെറുക്കപ്പെട്ട ബിദഅത്താണ്, ചെയ്യാൻ സമ്മതിക്കരുത്, പാടില്ല. അതുപോലെ തന്നെ കുട്ടികളെ അഖീഖ അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആമിന്റെ തുടക്കം മുതൽ ഏതാനും ചില ആയത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട് എന്നൊരു വാദം അന്നുണ്ടായിരുന്നു. പണ്ഡിതന്മാരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇവരംഗീകരിക്കുന്ന ശാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ പറഞ്ഞു ഓതാൻ പാടില്ല, ഖുർആനി സൂറത്തുൽ അൻആം ഓതാൻ പാടില്ല. ഒരക്ഷരം ഓതിയ 10 പുണ്യമുള്ള സൂറത്തുൽ അൻആം, ഒരു ഖുർആനിന്റെ ഒരു അക്ഷരം ഓതിയ 10 നന്മല്ലേ ഒരു ആയത്തിന്റെ ഒരു അക്ഷരത്തിനുള്ളത്? ഓതാൻ പാടില്ലാണോ? നന്മ മുടക്കികൾ എന്നല്ലേ നവവി ഇമാമിനെ കുറിച്ച് ഇവർ പറയാ, ഇബ്നു ഹജർ ഹൈതമി അൽ മക്കിയെ കുറിച്ച് പറയാ. നോക്കൂ നിങ്ങൾ, അതൊക്കെ ബിദഅത്താണെന്ന് എന്തിനാണ് പറഞ്ഞത്? ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മുസ്ലിയാക്കന്മാർ മറുപടി തരേണ്ട ചോദ്യങ്ങളാണ്. നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പുതിയ കാര്യം ആർക്കും ദീനിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ ഖുർആനിലോ ഹദീസിലോ ഒക്കെ വിരോധം വരാഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, റഗായിബ് നിസ്കാരം പാടില്ല എന്ന് ഏത് ആയത്തിലുള്ളത്? ഏത് ഹദീസിലുള്ളത്? തറാവീഹ് നിസ്കാരത്തിന്റെ ഈ ശഅബാൻ 15 100 റക്അത്ത് നിസ്കാരം പാടില്ല എന്ന് ഏത് ആയത്തിലാണ്? ഏത് ഹദീസിലുള്ളത്? സൂറത്തുൽ അൻആം തറാവീഹിൽ ഓതരുത് പ്രത്യേകം എവിടെയുള്ളത്? അഖീഖ അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആം പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഏത് ഹദീസ് കൊണ്ടാണ് വിരോധിച്ചിട്ടുള്ളത്? തീർന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ 2 റക്അത്ത് സലാം വിട്ടി കഴിഞ്ഞാൽ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി വസല്ലം എന്ന് പറഞ്ഞൊരു സ്വലാത്ത് ചൊല്ലലുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലലിനെ കുറിച്ച് നമ്മൾ പറയുക ബിദഅത്താണ്. അപ്പോൾ പറയും കേട്ടോ സ്വലാത്ത് വിരോധി. ഇതേ ചോദ്യം ഇവരുടെ ഹോജമാരോട് പണ്ട് ചോദിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ തറാവീഹിന്റെ ഇടയ്ക്ക് ആളുകൾ സ്വലാത്ത് ചെല്ലുന്ന രീതിയുണ്ട്. എന്താ ഇബ്നു ഹജർ അൽ ഹൈതമി ഒക്കെ മറുപടി കൊടുത്തത്? ബിദഅത്താണ്, ചെയ്യാൻ പാടില്ല. ആ സമയത്ത് ഒരു പ്രത്യേകം സ്വലാത്ത് ചെല്ലൽ പുണ്യുണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്വലാത്ത് ചെല്ലാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ സ്വലാത്ത് വിരോധി മറുപടി പറയണം മുസ്ലിയാക്കന്മാര്. തീർന്നില്ല. ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഒരു സ്വലാത്തുണ്ട് നമ്മളെ പല പള്ളികളിലും. മൈക്കാണ് ഓണാക്കിയിട്ട് നമ്മുടെ നാട്ടിലാണ് ബാങ്ക് കൊടുക്കണതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അല്ലാഹു അക്ബർ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് ഒരു സ്വലാത്ത്. അതിനെപ്പറ്റി ചോദിച്ചു ഈ പണ്ഡിതന്മാരോട്. കൊല്ലങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിതാബുകളിൽ എഴുതി വെച്ചതാ. ചോദിച്ചപ്പോൾ പറഞ്ഞു ബിദഅത്തുൻ, പാടില്ല. സ്വലാത്ത് പാടില്ല. സ്വലാത്ത് മുടക്കികള്, വഹാബികള്, മുജാഹിദീങ്ങള്, മുജകള്, എന്തൊക്കെ ഇപ്പൊ പറയാ? ഏതൊക്കെ വിധത്തിലുള്ള പേരുകളോണ്ടാണ് പറയാ? തീർന്നില്ല. ഇനിയും നിങ്ങൾ കേട്ടോ, ഉളു എടുക്കുന്ന സമയത്ത് പെരടി തടവുന്നൊരു സമ്പ്രദായം ഉണ്ട് ചില ആളുകൾക്ക്. മുഖം കഴുകുന്നതിനായിട്ട് പെരടി കൂണി ഇങ്ങനെയൊക്കെ ഉണ്ട് തടവും. ആ രീതിയെ പറിച്ച് ഫത്തുൽ മീൻ അടക്കമുള്ള കിതാബുകളിൽ പറയുന്നത് വലാ യുസദ്ദു മസ്ഹു റഖബതി, പെരടി തടവൽ പ്രത്യേകം സുന്നത്തില്ല. ഇതിലും യസ്ബുതി ഫീഹി ശൈഉൻ, യാതൊന്നും അതിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇമാം നവവി അതിനെക്കുറിച്ച് പറയാണ് ബൽ ഹുവ ബിദ്അത്തുൻ വഹദീസുഹു മൗദൂഉൻ, അത് ബിദ്അത്താണ്, തനിച്ച അനാചാരമാണ്. അതിൽ വന്ന ഹദീസൊക്കെ കള്ള ഹദീസാണ്. അപ്പൊ ഇമാം നവവി എന്താ ഒരു കൊടുക്കുമ്പോൾ ഒന്ന് കയ്യങ്ങോട്ട് കൊണ്ടുപോയാൽ കണ്ടോ നന്മ മുടക്കി എന്ന് പറഞ്ഞിട്ട് നവവി ഇമാമിനെ പറ്റി പറയോ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുന്ന മുസ്ലിയാക്കന്മാരോടാണ് ചോദിക്കുന്നത്. ഈ എണ്ണി പറഞ്ഞ 6-7 കാര്യങ്ങൾ, 8ാമത്തെ ഒന്നും കൂടെ പിടിച്ചോ. ആയത്തല്ലേ, എന്താ തകരാറ് എന്നല്ലേ ചോദിക്കുക. 8ാമത്തെ ഒന്നുകൂടി പറഞ്ഞുതരാം. ചില നാടുകളിൽ പണ്ടൊരു ആചാരം ഉണ്ടായിരുന്നു. ജനാസ നിസ്കരിക്കുമ്പോൾ 4ാമത്തെ തക്ബീറിന്റെ അവസാനത്തിൽ അവർ ഏതായത്തോതും റബ്ബന ഗഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് തനിച്ച ബിദ്അത്താണത്. കേട്ടോ, തനിച്ച ബിദ്അത്താണത്. കണ്ടോ, ആയത്തോതിന് എന്താ കുഴപ്പം? അയാളിപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും നിസ്കാരത്തിൽ പുറപുറത്തോ? ആയത്തല്ലേ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിയാക്കളെ ഈ 5-8 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളുടെ ഏത് ചതുർ പ്രമാണം കൊണ്ടാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ഈ 8 ഏതെങ്കിലും ഒന്ന് പാടില്ല?
ഹദീസിലുണ്ടോ ഇത് ചെയ്യാൻ പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇജ്മായിലുണ്ടോ ഖിയാസിലുണ്ടോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അതൊക്കെ ബിദ്അത്താകും. അതെന്തുകൊണ്ട് എന്നുള്ള മറുപടി നിങ്ങൾ കേട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിയ എല്ലാ ബിദ്അത്തിന്റെ ചീട്ട് കൊട്ടാരങ്ങളും തകർന്നാണ് പോകും. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളുമായിട്ടാണ് ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇല്ലാത്ത മദ്രസ, കോളേജ്, കാറ്, ബസ് ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തരികിട കാണിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറഞ്ഞതെന്താണെന്നറിയാം? ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുമാ, അവിടുത്തെ വാചകം കേട്ട നിങ്ങൾ സ്വഹാബി പറയാണ്, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ സ്വഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മഖാലൻ ഫത്തഖുല്ലാഹ യാ മഅ്ശറൽ ഖുറാ വഖുദൂ തരീഖ മൻ കാന ഖബ്ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാർ ആചരിച്ചിട്ടില്ലാത്ത ഏത് ആചാരങ്ങളും ഇബാദത്തുകളുമുണ്ടോ അവയൊന്നും തന്നെ നിങ്ങളും ആരാധനയായ ഇബാദത്തുകളായി ആചരിക്കരുതേ. എന്തേ കാരണം? പൂർവീകരായ അവർ ശേഷക്കാർക്ക് വേണ്ടി ഒന്നും തന്നെ പറയാതെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ, മുൻഗാമികളുടെ പാത മുറുകെ പിടിക്കണേ. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ ഇല്ലാത്ത ഒന്ന് ഇസ്ലാമികമായി ശരീഅത്തിൽ ഉള്ളതാണെന്ന് തെറ്റിദ്ധാരണ വരുന്ന വിധത്തിൽ ഫകുല്ലു മൻ ഫഅല അംറൻ മൂഹിമൻ, മനുഷ്യർക്ക് ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അന്നഹു മശ്റൂഉൻ, അത് ശർഈയായ ഒരു കാര്യമാണ്, ചെയ്താൽ പുണ്യമുള്ളതാണ്, ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ ഇന്ന കാര്യം ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകം ശർഈൽ പുണ്യമുണ്ട് എന്ന നിലയ്ക്ക് ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ വലൈസ കദാലിക, വാസ്തവത്തിൽ അങ്ങനെയൊന്നും ശരീഅത്തിൽ ഇല്ലതാനും, എങ്കിൽ അവന്റെ വിധി എന്താണ്? ഫഹുവ, അങ്ങനെ ചെയ്ത മനുഷ്യൻ ഗാലിൻ ഫീ ദീനിഹി, മതത്തിൽ അതിര് കവിഞ്ഞവനാണ്, മുബ്തദിഉൻ ഫീഹി, മതത്തിൽ പുതിയ നിർമ്മിച്ച ബിദ്അത്തുകാരനാണ്, ഖായിലുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ബിഗൈറൽ ഹഖ്, കള്ളം കെട്ടിച്ചമക്കുന്നവനാണ്, ബിലിസാനി മഖാലിഹി വലിസാനി ഹാലിഹി, അവന്റെ വാക്കാലും അവന്റെ ആ പ്രവൃത്തിയുടെ അവസ്ഥ കാരണത്താലുമൊക്കെ അവൻ റബ്ബിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനാണ് എന്നാണ് പണ്ഡിതന്മാർ കൃത്യമായി വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ. നിങ്ങൾ അഹ്ലു കിതാബുകാരെ പോലെ ദീനിൽ അതിര് കവിയുകയോ അള്ളാഹുവിന്റെ മേൽ ഇല്ലാത്തത് പറയുകയോ ചെയ്യരുത് എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വാചകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്തഫയാണ് നമ്മുടെ ഉസ്വത്തുൻ ഹസന, നമ്മുടെ റോൾ മോഡൽ ആ നബിയാണ്. ആ നബിയെയാണ് നമ്മൾ ദിനേന സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന നമ്മുടെ പ്രഖ്യാപനത്തിലൂടെ അത് കേവലം വാചികമായി തരം താഴാതെ നമ്മുടെ ഖൽബിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഷഹാദത്തുകൾ ഉരുവിടുക. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചിട്ടുള്ളവർക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള സന്മനസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക وأتوب إليك. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.